അപ്പൊ ജെൻസി കാറ്റഗറിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നു മാത്രമല്ല ഇൻഫ്ലുവൻസിങ് അസോൾസ് സാധനം വെക്കണം. വെരി സിമ്പിൾ. കസ്റ്റമൈസേഷൻ has gone to a level where ഒരു സൈഡ് ഓഫ് ദ മാട്രസ് ഇസ് ഹാർഡ് ആൻഡ് ദ അതർ സൈഡ് ഓഫ് ദ മാട്രസ് ഇസ് സോഫ്റ്റ്. പ്രീമിയമൈസ് ചെയ്ത് പ്രൈസ് ഒരു 2 times കൂട്ടി വെച്ചിട്ട് മാർക്കറ്റിൽ നിഷായിട്ടുള്ള ചില കാറ്റഗറി വെക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. ഇന്ന് അതൊരു 100% സെയിൽസ് വരുന്നൊരു പ്രോഡക്റ്റ്. Good evening, everyone. So finally, you guys are meeting a real businessman. ഇത്രയും നേരം നമ്മൾ മാർക്കറ്റിംഗ്, ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരായിട്ട് സംസാരിച്ചു. ഇനിയാണ് നമ്മളിത് റിയൽ വേൾഡിലോട്ട് നിങ്ങളെല്ലാവരും പ്ലേസ്ഡ് ആകുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ബിസിനസ് ഓണേഴ്സായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം, വാട്ട് ആർ ദെയർ എക്സ്പെക്ടേഷൻസ് ഫ്രം യു ഗൈസ് ആൻഡ് നിങ്ങൾ എന്താണ് തിരിച്ച് കമ്പനിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടി വരിക. ആൻഡ് എൻ്റെ ഇതിൽ റോൾ is to take probably like ഒരു 20 minute സെഷൻ, പിന്നെ ഒരു 5-10 minutes നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കാരണം നവാസ് സാറിന് അങ്ങനെ നിങ്ങൾക്ക് എല്ലാ സമയത്ത് കിട്ടാത്ത ഒരാളാണ്. ആൻഡ് ബീങ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരു ഫിനാൻസ് പ്രൊഫഷണൽ എന്ന നിലയിൽ ഒരു 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന നിലയിൽ എൻ്റെ കൂടുതൽ റോൾ ഇസ് ടു കണക്ട് മാർക്കറ്റിംഗ്, ബിസിനസ് ആൻഡ് ഫിനാൻസ്. ഈ 3 കോർ ഏരിയാസിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കോർ ഒബ്ജക്റ്റീവ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സാർ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, സാർ മൾട്ടി ബ്രാൻഡ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. യു ഹാവ് മൾട്ടിപ്പിൾ സെഗ്മെന്റ്സ് ഓഫ് B2C ആൻഡ് മൾട്ടിപ്പിൾ റിലേറ്റഡ് ബ്രാൻഡ്സ്. അതിപ്പോൾ നമ്മളുടെ ഈസ്റ്റേൺ ആവട്ടെ. അപ്പം അതിൽ സാർ പല മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടും ക്രിയേറ്റീവ് ഏജൻസീസ് ആയിട്ടും ഒത്തിരി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ചെയ്യുമ്പോൾ സാറിൻ്റെ ബേസിക് എക്സ്പെക്ടേഷൻസ് എപ്പോഴും എങ്ങനെയാണ് സാർ സെറ്റ് ചെയ്യുക? സാധനം വെക്കണം. Very simple. Very good evening once again. I'm so sorry for being a bit late. How do you differentiate a sales guy vis-a-vis a marketing guy? Marketing guy talks about it. I am not taking much of your time, but അടിസ്ഥാനപരമായിട്ട് some of the mistakes which we do in organization is that you can't blame anything because there will be a lot of startups. ഈ സ്റ്റാർട്ടപ്പിൽ ഫിനാൻസും സപ്ലൈ ചെയിനും സെയിൽസും മാർക്കറ്റിംഗ് എല്ലാം ആദ്യം ഒരാളായിരിക്കും ചെയ്യുക. പിന്നെ കുറേ കഴിയുമ്പോൾ എന്ത് പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റുകൾ പതുക്കെ ഓഫ് ചാർട്ടിൻ്റെ ഭാഗമായിട്ട് വരും. ശരിയായ രീതിയിൽ പറഞ്ഞാൽ മാർക്കറ്റിംഗ് എന്താണോ നീഡ് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മാർക്കറ്റിംഗ് എന്താണോ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്നത്, അത് ഓർഗനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് വിൽക്കുക എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ജോലി മാത്രമേ ഒരു സെയിൽസിന് ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്നത് സെയിൽസ് ഹെഡിനാണ്. നാഷണൽ സെയിൽസ് ഹെഡ് ഗെറ്റ്സ് ലോട്ട് ഓഫ് സാലറി. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരാളെ ഉണ്ടാവില്ല. ആരെങ്കിലും ഒരാൾ ഒരു പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മീ-ടു ആസ്പെക്റ്റിൽ അതെടുക്കും. അത് ചിലപ്പോൾ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യും, കുറച്ചെന്തെങ്കിലും പുതിയ പേരുകളൊക്കെ ഇട്ടിട്ട് അത് മാർക്കറ്റിൽ കൊടുക്കും. സോ ദ കീ ഇൻ ദിസ് എൻറ്റയർ എക്സസൈസ് ഇസ് ദാറ്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റ് റിസർച്ച് നടത്തി ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റ് വിൽക്കുക എന്ന് പറയുന്ന വളരെ ചെറിയ ജോലി മാത്രമാണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളൂ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആ ഒരു ചെറിയ ജോലി എന്ന് പറയുന്നത് ഒരു ചെറിയ ജോലിയല്ല. കാരണം ഈ ഒരു ഓർഗനൈസേഷനിൽ സാർ നമ്മൾ നോക്കുകയാണെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ആവട്ടെ, മാർക്കറ്റിംഗ് ആവട്ടെ, സെയിൽസ് ആവട്ടെ, ഫിനാൻസ് ആവട്ടെ, ഓപ്പറേഷൻസ് ആവട്ടെ, മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ് അവിടെ കിടക്കാണ്. അപ്പോൾ ഒരു ഓണ്ടർപ്രണർ, ഇപ്പോൾ സാറിനുള്ള കമ്പനീനെ കൊണ്ടുപോകേണ്ട ഒരു വിഷൻ താഴെ തട്ടിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവണം നിർബന്ധമില്ല. അത് എത്രത്തോളം നമ്മൾ കൊടുത്താലും ചിലപ്പോൾ പാസ് ഓൺ ആവണം നിർബന്ധമില്ല. അത് എസ്പെഷ്യലി മാർക്കറ്റിംഗ്, ഞാൻ പൊതുവേ ബിസിനസ് ഓണേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്ന സ്ഥിരം പ്രശ്നമാണ്. ഈ ഓണ്ടർപ്രണർ പറയുന്നതും മാർക്കറ്റിംഗ് ടീം ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വരും. അതെങ്ങനെ സാർ ടാക്കിൾ ചെയ്യാറ്? ഈ മിസ്മാച്ചിൻ്റെ ബേസിക് റീസണാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് എന്ത് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊടുക്കണം എന്ന്
റിസർച്ച് ടീം ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാർക്കറ്റിംഗ് ആ ഒരു പ്രോഡക്റ്റാണ് കൊടുക്കുന്നതെങ്കിൽ ദെൻ എക്സ്പെക്റ്റേഷൻ മിസ്മാച്ച് ഇല്ല. ഏറ്റവും ഏറിയ പങ്കും നടക്കുന്നത് എന്താ വെച്ചിട്ട് മോസ്റ്റ് പ്രോബബ്ലി വാട്ട് ഹാപ്പൻസ് ഇസ് ഒരു പ്രൊമോട്ടർ കൊണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റ് അതിൽ എന്തെല്ലാം മീറ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ ആ മീറ്റ് ആഡ് ചെയ്യുന്ന ഒരു ജോലിയിലേക്കാണ് മാർക്കറ്റിംഗ് ആൾക്കാർ മാറുന്നത്. അത് മാറിയിട്ട് മാർക്കറ്റിൻ്റെ നീഡ് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് മാർക്കറ്റിങ്ങിലുള്ള ആൾക്കാർക്ക് സാധിക്കും. എന്നാൽ മാത്രമേ നമുക്കൊരു ഓർഗനൈസേഷൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്ത് പൊസിഷനിങ് ആണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു 1-2 ക്ലാസിക് കേസുകൾ പറയാം. നിങ്ങൾ MTRൻ്റെ ബദാം മിൽക്ക് കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഈ MTRൻ്റെ ബദാം മിൽക്ക് മാർക്കറ്റിൽ കൊണ്ടുവന്ന് കുറേ കാലം ആ പ്രോഡക്റ്റ് അവർ പയറ്റി അത് സക്സസ്ഫുൾ ആവാതെ അവസാനം ആ പ്രോഡക്റ്റ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു, അത് നിർത്തിലാക്കാനായിട്ട് തീരുമാനിച്ചു. ബട്ട് ദെൻ ബിഫോർ ഡൂയിങ് ദറ്റ് എക്സസൈസ് ദേ ടുക്ക് വൺ കോൾ. അവരെന്ത് ചെയ്തു? അതിനെ ഒന്ന് പ്രീമിയമൈസ് ചെയ്ത് പ്രൈസ് ഒരു 2 times കൂട്ടി വെച്ചിട്ട് മാർക്കറ്റിൽ നിഷായിട്ടുള്ള ചില കാറ്റഗറി വയ്ക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. ഇന്നതൊരു 100 crores സെയിൽസ് തരുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ പ്രശ്നം എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ് നമ്മൾ വിൽക്കുന്നത്, ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാമെങ്കിൽ മാത്രമേ ഈ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്തിട്ട് കാര്യമുള്ളൂ. അതല്ല, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമ്മളുടെ ചെരുപ്പ് ചപ്പൽസിൻ്റെ ഇൻഡസ്ട്രി ഒരു 90s ഏർലി 2000s ഭയങ്കര വലിയ മാർക്കറ്റായിരുന്നു. ദ ബിഗ് ബ്രാൻഡ്സ് ലൈക്ക് പാരഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സമയത്ത് മാർക്കറ്റിൻ്റെ ആ ഡിസയർ മാറിയത് അറിഞ്ഞ് ഒരാൾ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് കൊണ്ടുവന്നു. ആ പ്രോഡക്റ്റ് കൊണ്ടുവന്നപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ ആൾക്കാരുടെ കാലുകളിൽ ശ്രദ്ധിച്ചു, പഴയ രീതിയിലുള്ള വൈറ്റ് ആൻഡ് ബ്ലൂ ചപ്പൽസ് ഒരാളുടെയും കാലിൽ കാണും. മാർക്കറ്റ് മാറി. ആ മാറുന്നതനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു ചെറിയ നിങ്ങളുടെ കൂടി ഇതിനു വേണ്ടിയിട്ട് പറയുന്നുണ്ട് സാർ. MTRനെ കുറിച്ച് റെഫർ ചെയ്തത്, ഈ MTRന്റെ മദർ കമ്പനിയാണ് ഈസ്റ്റേൺ അക്വസിഷൻ. കേരളം കണ്ടൊരു ബിഗ്ഗസ്റ്റ് ഡീൽ സാറിന് കമ്പനീൻ്റെ അക്വസിഷൻ ചെയ്തിട്ടുണ്ടായത്. സാർ പിന്നെ നമ്മളിപ്പം എസ്പെഷ്യലി മാർക്കറ്റിംഗ് ടീം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മാർക്കറ്റേഴ്സ് ആണ്. സാറ് മൾട്ടി ബ്രാൻഡ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നൊരു കമ്പനിയാണ്. സോ യു ഹാവ് എ ഗ്രൂപ്പ് വിച്ച് മാനേജ് മൾട്ടിപ്പിൾ ബ്രാൻഡ്സ്. അപ്പം അതിൽ എല്ലാവരുടെ ഒരു ഇതിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ സുനിദ്ര മാട്രസ് നിങ്ങൾ കാണുന്നത് അത് മീരാൻ ഗ്രൂപ്പിൻ്റെ ആണ്. ഈസ്റ്റ് ടീ, നമ്മളൊരു ടീയുടെ ഒരു പുതിയ ബ്രാൻഡ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് മീരാൻ ഗ്രൂപ്പിൻ്റെ ആണ്. നന്മ പ്രോപ്പർട്ടീസിൻ്റെ കുറേ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അത് ഗ്രൂപ്പിൻ്റെ ആണ്. സ്കോർ ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്, അത് കമ്പനിയുടെ ആണ്. ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് എല്ലാത്തിൻ്റെയും കസ്റ്റമർ ഓഡിയൻസും ടാർഗറ്റ് ഓഡിയൻസും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സാർ ഇവിടെ അതിൽ മാനേജ് ചെയ്യേണ്ട ക്രിയേറ്റീവ് മാർക്കറ്റിംഗ് ടീം ഡിഫറെൻറ്റ് ടീംസ് ആണോ, അതോ ഇറ്റ്സ് എ സെൻട്രൽ ടീം വിച്ച് മാനേജ് ഓൾ ഓപ്പറേഷൻസ്? ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള ടീമുണ്ട്. വി ഹാവ് ഡിഫറെൻറ്റ് പീപ്പിൾ മാനേജിങ് ഡിഫറെൻറ്റ് തിങ്സ്. ഐ ഡോണ്ട് ജനറലി ഗെറ്റ് ഇൻവോൾവ് ഇൻ ദാറ്റ്. പക്ഷേ ഒരു എല്ലാ പ്രോഡക്റ്റിനും വെദർ ഇറ്റ് ഈസ് എ മാട്രസ് ഓർ ടീ, ഇതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എൻഗേജ്മെൻറ്റ്. ഹൗ മച്ച് ക്യാൻ യു എൻഗേജ്? അത് ആ എൻഗേജ്മെൻറ്റിൽ ഹൗ മച്ച് ഓഫ് ഇൻഫ്ലുവൻസ് ക്യാൻ ബി ക്രിയേറ്റ്. അപ്പോൾ എൻഗേജ്മെൻറ്റും ഇൻഫ്ലുവൻസും അടുത്തടുത്ത് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നോവേഷൻ വരിക. ഇഫ് യു ലുക്ക് അറ്റ് ദ ട്രയാങ്കിൾ, there is an innovation, there is an engagement, there is an influence. അപ്പോൾ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരു ഏരിയ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് പണ്ടായിരുന്നെങ്കിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി വിൽ ഹാവ് ടു അഡ്വർടൈസ് ഈതർ ഇൻ മലയാള മനോരമ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ പേപ്പേഴ്സിൽ, TV അഡ്വർടൈസ് ചെയ്യുന്നത്. അപ്പോൾ ലോട്ട് ഓഫ് സ്പിൽ ഓവർ ഹാപ്പൻ. ബട്ട് ദ പ്രോഡക്റ്റ് ഈസ് അവൈലബിൾ ഓർ സോൾഡ് ഓൺലി ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ് ഇടുക്കി അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഓഫ് എറണാകുളം. അപ്പോൾ
ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ എൻഗേജ്മെൻ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വി ഹാവ് ടു ബി ഇപ്പോൾ ഷർട്ടുകളുടെ ബ്രാൻഡുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഷർട്ടുകളുടെ ബ്രാൻഡിൻ്റെ എൻഗേജ്മെൻറ്റ് സ്റ്റോറി വളരെ രസകരമായ സ്റ്റോറിയാണ്. അതായത് ഒരാൾക്കൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ, ഒരാൾക്കൊരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എവ്രി 3 months ഈ ആഡ് പോപ്പപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നോട്ട് ജസ്റ്റ് പോപ്പപ്പ് ചെയ്യുന്നത് മാത്രമല്ല, ഒരു once in 6 months ദേ കോൾ യു. ആൻഡ് അങ്ങനെ വിളിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ല മൂഡിലാണെങ്കിൽ നമ്മൾ ഒരു 2 വായിക്കണം. അപ്പം നമ്മൾ പറയുകയാണ് എൻ്റെ ഫിറ്റ് അറിയാമെന്ന് ചോദിച്ചു, അയ്യോ ഫിറ്റ് ഇസ് ഹിയർ, ഇവിടെ ഉണ്ട്, നമ്മൾ അയച്ചോളാം പറയും. അപ്പോൾ ആ ലെവൽ ഓഫ് എൻഗേജ്മെൻറ്റ് ഹാസ് ടു ഹാപ്പൻ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ നമുക്കുണ്ട്. ഡിജിറ്റൽ അഡ്വർടൈസിങ് വന്നു കഴിഞ്ഞപ്പോൾ കോസ്റ്റ് ഭയങ്കരമായിട്ട് താഴേക്ക് വന്നു. കണ്ടൻറ്റ് ക്രിയേഷനിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് മാറി. വേറെ മുൻപുള്ള ഇതെന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, യു ക്രിയേറ്റ് എ കണ്ടൻറ്റ് ഒരു എൻ മാസ് അടിച്ച് അഡ്വർടൈസ് ചെയ്യരുത്. നമുക്കറിയില്ലേ എത്ര പേര് നോക്കുന്നുണ്ട്, എത്ര പേര് എൻഗേജ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ലേ. ഇപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ആരെല്ലാം നോക്കി, ആർക്കൊക്കെ നമ്മൾ രണ്ടാമത് ഫോളോ അപ്പ് ചെയ്യണം. ആ എൻഗേജ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഗ്രാഫ് ആക്ച്വലി എൻഗേജ്മെൻറ്റ് ഫോക്കസ്ഡ് ആയിരിക്കും. എൻഗേജ്മെൻറ്റ് ഫോക്കസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ അക്വിസിഷൻ എളുപ്പമായി കിട്ടും. ഇപ്പോൾ എൻ്റെ ഒരു ബ്രാൻഡിൻ്റെ 2 ബ്രാൻഡുകളുടെ വ്യത്യാസം പറയാം. ഒന്ന് സുനിദ്ര മാട്രസ്. സുനിദ്ര മാട്രസസ് ഞാൻ എൻഗേജ് ചെയ്ത് ഒരു കസ്റ്റമറെ അക്വയർ ചെയ്താൽ എനിക്ക് ആ കസ്റ്റമറെ കൊണ്ട് ഗുണം കിട്ടുന്നത് പിന്നീട് ഒരു 8 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 10 വർഷത്തിന് ശേഷമായിരിക്കും. വെറസ് മൈ ബ്രാൻഡ് ഈസ്റ്റി, ഇഫ് ഐ ഡു ക്രിയേറ്റ് എൻഗേജ്മെൻറ്റ്, ഇഫ് ഐ എം വർക്കിംഗ് ക്ലോസ്ലി വിത്ത് ദ കൺസ്യൂമർ, എവ്രി 2 weeks ഐ വിൽ ഗെറ്റ് ബിസിനസ്. അപ്പോൾ പ്രോബബ്ലി ഇറ്റ് മൈറ്റ് ബി 100 rupees, ബട്ട് 100 എന്ന് പറയുമ്പോൾ ഞാൻ ആ കസ്റ്റമർ അക്വിസിഷനെ വാല്യൂ ചെയ്യുന്നത് in 52 weeks 26 times engagement ആണ്. And if it is 100 rupee, my acquisition is not 100. My acquisition is actually 2,600. So that sort of a mindset is what you need to keep in. ഐ തിങ്ക് നമ്മൾ എല്ലാവരും നോട്ട് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് സാർ ഇപ്പോൾ പറയുന്നത്. സാർ ഇതിൽ നമ്മൾ കുറച്ചുകൂടി ഇപ്പം സാർ പറഞ്ഞ കസ്റ്റമർ അക്വസിഷൻ, ഇപ്പം ഫിനാൻസിൻ്റെ ഒരു ഏരിയ കൂടി വരുമ്പോൾ ദാറ്റ് ഈസ് വെർ ഐ സി മാർക്കറ്റിംഗ് ടീം വേഴ്സസ് ഫിനാൻസിൻ്റെ ബിസിനസ്സിൽ ഒരുപാട് ഗ്യാപ്പ് കാണുന്ന ഒരു ഏരിയ ആണ്. സാർ നമ്മുടെ ഇപ്പം വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ, പുതിയ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങാൻ പോവാണ്. അപ്പോൾ സാർ ഹൗ വെൽ ടീമൊക്കെ പ്രിപ്പയർ ചെയ്യും ഫോർ ദ നെക്സ്റ്റ് ഇയർ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്? അത് ഇസ് ഇറ്റ് ആദ്യം നമ്മളൊരു ടോപ്പ് ലൈൻ, അതായത് ടാർഗറ്റ് ടേൺ ഓവർ ഫിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഡിറൈവിലാണോ, അതോ വി ഹാവ് അവർ ഓൺ ബഡ്ജറ്റ്? സാർ എങ്ങനെയാണ് പൊതുവെ സാറിൻ്റെ ഒരു അപ്രോച്ച് അതിലോട്ട്? Generally, company has got certain percentage allocated for marketing. അത് വെച്ചിട്ടുള്ള പ്ലാനാണ് ചെയ്യും. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ the CXOs will definitely look at return on investment. So if I may put it in a different way, I am spending say 5 crore in a state like Karnataka. അപ്പോൾ ഞാൻ 5 crore കർണാടകയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാവുന്ന ടേൺ ഓവർ എത്രയാണ്? അഡീഷണലി സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന ടേൺ ഓവർ എത്രയാണ്? ഈ സെയിം 5 crore എൻ്റെ കോർ മാർക്കറ്റായിട്ടുള്ള കേരളത്തിൽ ഞാൻ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാവുന്ന ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ സോ ദിസ് ആർ ഓൾ സം ഓഫ് ദ ഈ മെട്രിക്സ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. കമ്പനികൾ ഇനി പോകെ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ കീപ് മൂവിങ് ടുവേർഡ്സ് ദാറ്റ്. സാർ അതിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ സാർ പറഞ്ഞ ഡിജിറ്റൽ മീഡിയം ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ ഈസ്റ്റി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞാൻ കാണുന്നത് കൊച്ചി മെട്രോ പില്ലേഴ്സിൽ നല്ല ആഡുകൾ വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത്. പക്ഷെ അതിൽ നമ്മൾ കസ്റ്റമർ അക്വിസിഷൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലോ. ആരൊക്കെ കാണുന്നു, എത്ര പേര് കാണുന്നുണ്ട്, അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ സാർ ROI എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അല്ല, അത് ഇഫ് ഐ എം സ്പെൻഡിങ് മണി ഇൻ ടു കൊച്ചിൻ, ഐ ഹവ് ഗോട്ട് 2 intentions. 1, കൊച്ചിയിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഐബോൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. 2, കൊച്ചിയിലേക്ക് വരുന്ന ആൾക്കാർ, കൊച്ചി ഈസ് എ സെൻട്രൽ പാർട്ട് ഓഫ് കേരള ആൻഡ് കൊച്ചി ഈസ് എ കൊമേഴ്ഷ്യൽ ഹബ്. അപ്പോൾ നോർമൽ കേരളയിട്ട് ഫോർ സം റീസൺ ഹി വിൽ വിസിറ്റ് കൊച്ചിൻ. അപ്പോൾ എൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു സ്പിൽ ഓവർ എനിക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കും ഈ കൊച്ചിയിൽ അഡ്വർടൈസ് ചെയ്ത
കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷെ അതൊരു എപ്പോഴും ബോണസാണ്. വേറെ മൈ എഫേർട്ട് ഇസ് പുട്ട് ഫുള്ളി ഇൻ ടു കൊച്ചിൻ സിറ്റി. കൊച്ചിൻ സിറ്റിയിൽ ഷോപ്പുകളുടെ സെയിൽസ് കൂടുന്നുണ്ടോ എന്ന് നോക്കി എനിക്കറിയാൻ പറ്റും. ദാറ്റ് ഇസ് ട്രൂ. അതേസമയം അപ്പോൾ നമ്മൾ പത്രത്തിൽ ഇപ്പോൾ ജാക്കറ്റ് ആഡ് പോവാന്ന് പറഞ്ഞൊരു മോഡൽ ഉണ്ടല്ലോ, അത് ഈവൻ ദോ ദാറ്റ് ഇസ് വെരി എക്സ്പെൻസീവ്, എത്ര പേര് പേപ്പർ വായിക്കുന്നുണ്ടെന്നുള്ള അറിയില്ലെങ്കിൽ പോലും ആൾക്കാർ എല്ലാ ദിവസവും പേപ്പറിൽ പോകുന്നുണ്ട്. അത് മീരാൻ ഗ്രൂപ്പ് എത്രത്തോളം ഞാൻ അങ്ങനെ നോട്ടീസ് ചെയ്തിട്ടില്ല. സർ അങ്ങനെയുള്ള ഏരിയാസിൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ മെട്രോപോളിസ് ഡെഫിനറ്റ്ലി കൊച്ചിയിലുള്ള റീച്ച് എനിക്ക് മനസ്സിലാവും. പക്ഷേ ജാക്കറ്റ് ഒക്കെ പോകുമ്പോൾ അത്രയും ഹെവി ന്യൂസ് പേപ്പർ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ TV ചാനൽ ഇൻവെസ്റ്റ്മെന്റ്, അതിലുള്ള ROI കാൽക്കുലേഷനും ഇതുപോലുള്ള ബ്ലോക്കേഴ്സ് ആക്ച്വലി ഉണ്ടാവില്ലേ? ROI കാൽക്കുലേഷൻ ഇല്ലാതെ അഡ്വർടൈസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഐ കെൻ ക്ലിയർലി സേ ദാറ്റ് ഷൂട്ടിംഗ് ബ്ലൈൻഡ്ലി. ഒരു അർത്ഥമില്ല. ഇപ്പോൾ ബ്ലാങ്കറ്റ് അഡ്വർടൈസ്മെൻറ്റ് വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ നോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് പ്രോബബ്ലി മൈറ്റ് ബി ഹെൽപ്പിംഗ് യു ഇൻ ക്രിയേറ്റിംഗ് എൻ അംബ്രല്ല ബ്രാൻഡ്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു തമാശ പറയും. ഇതിനകത്ത് ആരൊക്കെ ഇരിക്കുന്ന, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമുണ്ടാകുന്ന ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഇല്ല, എല്ലാവരും CD അംബാസിഡേഴ്സ് ആണ് അല്ലേ? ഓക്കെ, ഞാനൊരു ക്ലാസിക് കേസ് പറഞ്ഞുതരാം. എൻ്റെ പരിചയത്തിലൊരു ഫ്രണ്ട്, അവൻ ജാക്കറ്റ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യില്ല. അപ്പം ഞാനിങ്ങനെ മൂപ്പരുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നതായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ ജാക്കറ്റ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നി അത് ഷെയർ ചെയ്യണോ. ജാക്കറ്റ് അഡ്വർടൈസ്മെൻറ്റ് വരുന്ന അന്ന് കൺസ്യൂമർ എല്ലാ സ്ഥലത്തും വയ്ക്കും. അപ്പോൾ ജാക്കറ്റ് അഡ്വർടൈസ് ചെയ്ത ആളൊരു ടെലിവിഷനിൽ 15,200 ആണ് വച്ചിരിക്കുന്നതെങ്കിൽ ഇയാൾ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയും, 15,000 എന്ന് പറയും. അപ്പോൾ 200 രൂപ കുറച്ച് കൊടുത്തുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു കസ്റ്റമർ അക്വിസിഷന് വെറും 200 രൂപയെ ചിലവായ. വേറെ ഒരു ജാക്കറ്റ് അഡ്വർടൈസ് ചെയ്ത ആൾ 10 ലക്ഷം ആണെന്ന് വെച്ചോ ജാക്കറ്റ് അഡ്വർടൈസിങ്ങിന് കോസ്റ്റ് വരുന്നു. 10 ലക്ഷം ഡിവൈഡഡ് ബൈ ഒരു 300 TV വിറ്റെങ്കിൽ ആ 300 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ വരും? ഹിയർ ഈസ് ഗെറ്റിംഗ് ഇറ്റ് ഫോർ 200 റുപ്പീസ്. കാരണം കസ്റ്റമർ എല്ലായിടത്തും വിളിക്കും. ഒരു ജാക്കറ്റ് അഡ്വർടൈസ്മെൻറ്റ് കണ്ടു കഴിയുമ്പോൾ ഈസ് ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്, ബട്ട് ഈസ് നോട്ട് ടേക്കിംഗ് എ കോൾ. ഈ വിൽ ടേക്ക് എ കോൾ ആഫ്റ്റർ കോളിംഗ് ഒരു 4-5 ആൾക്കാർ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരു 200 രൂപ കുറച്ച് പറയും. ആര് മണ്ടനായി? വെരി സിമ്പിൾ. വേറെ നമ്മളിപ്പോൾ ഈ കോമ്പറ്റീറ്റേഴ്സ് ദ വേ ദേ ആർ മാർക്കറ്റിംഗ്, എക്സാമ്പിൾ സാറിൻ്റെ മാട്രസ് സെഗ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കോമ്പറ്റീഷനുള്ള ഒരു ഏരിയ ആണ്. ഒരു വർഷം വരെ യൂസ് ചെയ്ത് തിരിച്ചു കൊടുക്കാന്നുള്ള പരസ്യത്തിൽ പോലും ബ്രാൻഡ്സുകൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇപ്പം എല്ലാ സെഗ്മെൻറ്റിലും സാർ ഇത്രയും ബ്രാൻഡ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ ബ്രാൻഡ്സിൻ്റെയും എല്ലാ സെഗ്മെൻറ്റിൻ്റെയും കോമ്പറ്റീറ്റേഴ്സ് ചെയ്യുന്ന എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിലും ക്ലോസ്ലി വാച്ച് ചെയ്യുമോ അതോ വിൽ ഫോക്കസ് ഓൺ യുവർ ഓൺ ബിറ്റ്? എങ്ങനെയാണ് അതിൻ്റെ ഒരു? We will definitely look at what works in the market. Obviously, we'll look at it, especially when competition does it. Also, we have to try and be more innovative. അതിപ്പോൾ പണ്ടായിരുന്നെങ്കിൽ കസ്റ്റമർ പ്രൈസ് മാത്രം വെച്ചിട്ട് ചെയ്യുമായിരുന്നു. ഇന്ന് കസ്റ്റമർ പ്രൈസ് മാത്രം വെച്ചിട്ടല്ല ചെയ്യുക. കസ്റ്റമർക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കസ്റ്റമർക്ക് കുറച്ച് ഇപ്പം മാട്രസിൻ്റെ കാര്യം പറയുമ്പോൾ ഭാര്യയും ഭർത്താവും, ഭാര്യയ്ക്ക് സോഫ്റ്റായിട്ടുള്ള ബെഡ് വേണം, ഭർത്താവിന് കുറച്ച് ഹാർഡായിട്ടുള്ള ബെഡ് വേണം. അപ്പോൾ കസ്റ്റമൈസേഷൻ ഹാസ് ഗോൺ ടു എ ലെവൽ വെയർ ഒരു സൈഡ് ഓഫ് ദ മാട്രസ് ഇസ് ഹാർഡ് ആൻഡ് ദ അതർ സൈഡ് ഓഫ് ദ മാട്രസ് ഇസ് സോഫ്റ്റ്. അപ്പോൾ വാട്ട് ഐ എം സേയിങ് ഇസ് വാട്ട് ഡസ് കസ്റ്റമർ നീഡ്? വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ആൻഡ് ദെൻ ആക്ട് അക്കോർഡിംഗ്ലി. പിന്നെ സാർ ഇപ്പം നമ്മൾ കോസ്റ്റ് പെർ ലീഡ്സിൻ്റെ കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മുടെ മെജോറിറ്റി ഓഫ് ടീം കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ ലീഡ് ജനറേഷൻസിലൊക്കെയാണ്. അപ്പോൾ സാറ് ഒരു എൻ്റർപ്രനർ എന്ന നിലയിൽ നോക്കുമ്പോൾ സാറിൻ്റെ മൈൻഡിൽ ഓരോ പ്രൊഡക്റ്റിനും ഇത്ര വരെ ഒരു ലീഡ്സിൻ്റെ കോസ്റ്റ് പോകാൻ പാടുള്ളൂ, ഇത്ര വരെ ഒരു കസ്റ്റമർ അക്വസിഷൻ കോസ്റ്റ് പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു വ്യക്തമായ അജണ്ട എല്ലാ സമയത്തും ഉണ്ടാവുമോ? അതുണ്ടായിട്ട് കാര്യമില്ല, അത്രയൊന്നും നടക്കാറില്ല. അത് ബേസിക്കലി എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇഫ് യു റീസെൻ്റ്ലി നോട്ടിസ്ഡ് ഓംനി ചാനൽ പ്രസൻസ് കൂടി വരിക. കാരണം ഓൺലൈനിൽ മാത്രം നിൽക്കാൻ പറ്റില്ല. ഇൻസ്പൈറ്റ് ഓഫ് യു ഹാവിങ് 45% ഗ്രോസ് മാർജിൻ യു വിൽ നോട്ട് ബി ഏബിൾ ടു സർവൈവ്. അപ്പോൾ എന്താ ചെയ്യുക? അവർ
ഓൺലൈനും ഉണ്ടാവും, ഐ മീൻ ഫിസിക്കൽ സ്റ്റോറും ഉണ്ടാവും. ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയേക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റോറിൽ ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് കണ്ട് സ്റ്റോറിൽ വരുന്ന ആൾക്കാരെ നമുക്ക് എപ്പോഴും അപ്സെല് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഞാനൊരു 5000 റുപ്യയുടെ ഒരു സാധനം കണ്ടിഷ്ടപ്പെട്ടു, ബട്ട് ദെൻ ഐ ഗെറ്റ് എ ചാൻസ് ടു ബി ദർ ഇൻ ദ ഫിസിക്കൽ സ്റ്റോർ. ഐ ക്യാൻ ഈസിലി സെൽ 8,000 റുപ്പി പ്രോഡക്റ്റ്. ഒരു അപ്ഗ്രേഡ് കിട്ടും നമുക്ക്. അത് ഒരു 70% മുകളിൽ നമുക്ക് അപ്ഗ്രേഡ് പോസിബിളാണ്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കുറേയധികം ഓൺലൈൻ കമ്പനികൾ ഒരു എത്തിക്കലല്ലാതെ പെരുമാറിയിട്ടുള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റോർ ഉള്ള സ്ഥലത്താണെങ്കിലും ഓൺലൈനിൽ പോയി അവർ നോക്കിയിട്ടത് എന്താ പറയുക, നമ്മുടെ കാറ്റലോഗ് സെയിൽസ് ഉള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു സ്റ്റോർ പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രോഡക്റ്റ് ഫിസിക്കലി കാണാനായിട്ട് സാധിക്കും. അതാണ് സ്റ്റോർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റി. പക്ഷേ സ്റ്റോറിൽ 250 SKU വയ്ക്കാൻ പറ്റില്ല. പക്ഷേ കസ്റ്റമർ സ്റ്റോറിൽ വന്നു കഴിയുമ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു റേറ്റിംഗ്, ആ കമ്പനീനെ, ആ പ്രോഡക്റ്റുകളെ കുറിച്ച് ഒരു റേറ്റിംഗ് കിട്ടും. ദെൻ ഹീ ഫീൽസ് മോർ കോൺഫിഡൻറ്റ് ടു ഓർഡർ ത്രൂ ദ കാറ്റലോഗ്. അത് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇൻഫാക്ട് ദീസ് ആർ ഓൾ റീസെൻറ്റ് ലേണിങ്സ്. ഞങ്ങളും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും അണ്ടർസ്റ്റാൻഡിങ്ങിന് പറയുന്നത്, സാറ് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആണ്. സാറിൻ്റെ ഗൈഡൻസിലാണ് ഈ അടുത്ത് നമ്മളെല്ലാവരും സൂപ്പർ ലീഗ് കേരള എന്ന് പറഞ്ഞൊരു ഗ്രാൻഡ് മോഡൽ ലൈക്ക് ദേ ഡു ISL. ഞാൻ അതിൻ്റെ ഇവൻറ്റിലാണ് ആക്ച്വലി സാറിന് ആദ്യമായിട്ട് കണ്ടത്. അതിന് ഇനോഗ്രേഷൻ സെറിമണിയൊക്കെ ഒരു നെക്സ്റ്റ് ലെവൽ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ഞാൻ അന്ന് സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേരളം പോലൊരു മാർക്കറ്റിൽ SLK സൂപ്പർ ലീഗ് കേരള പോലൊരു മോഡൽ പിച്ച് ചെയ്യാനുള്ള സാറിൻ്റെ കോൺഫിഡൻസ് തന്നെ ഞാൻ അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ അതിൽ ഇപ്പോൾ വൺ ഇസ് ഡെഫിനറ്റ്ലി ഇന്ത്യ ഇസ് എ വെരി കോംപ്ലക്സ് മാർക്കറ്റ്. അപ്പോൾ സൂപ്പർ ലീഗ് കേരള എന്ന് പറഞ്ഞാൽ ഐ ഹവ് സീൻ അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴുകിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അത് ചെയ്യാനുള്ള അപ്പോൾ അതിൻ്റെ മാർക്കറ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ബ്രാൻഡ് പൊസിഷനിങ് ആണെങ്കിലും ഇറ്റ് വാസ് ലൈക്ക് ക്രേസി. എല്ലാവരുടെ മനസ്സിൽ തട്ടി നിൽക്കുന്ന കുറേ സാധനങ്ങൾ. ഈവൻ ആ ബേസിൽ ജോസഫിൻ്റെ കൈ കൊടുക്കുന്ന സീൻ അടക്കം എല്ലാവരും കുറേ കാര്യത്തിൽ കണക്ട് ചെയ്തിട്ടുള്ളൊരു ഇവൻ്റാണ്. ആ ഒരു ബ്രാൻഡിൻ്റെ അടുത്ത പ്ലാൻസിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഒരു സത്യം പറയാം, അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് കുറച്ച് ഇതൊക്കെ അറിയാമെന്ന് വിചാരിച്ചു. ഈ സൂപ്പർ ലീഗ് കേരള വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഡീൽ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈൻറ്റേലുമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ആംസ് ലെങ്ത്തിലാണ് എൻ്റെ ഇൻവോൾവ്മെൻറ്റ്. ബട്ട് ഒബ്വിയസ്ലി സ്പെൻഡിങ് പാറ്റേൺ ഹാസ് ഡ്രാസ്റ്റിക്കലി ചേഞ്ച്ഡ്. അതെങ്ങനത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു 80s എന്ന് പറയുന്നത് നമുക്കൊരു ഫാമിലിയിൽ 5, 6, 7 കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്തുനിന്ന് മാറിയിട്ട് ഇന്നിപ്പോൾ പല ഫാമിലികളിലും 1, 2 കുട്ടികളും ഉള്ളൂ. വീട് വയ്ക്കേണ്ട ഒരു ആവശ്യം പലപ്പോഴും വരുന്നില്ല. പിന്നെ ഈ ഫാമിലിയിലുള്ള 4 മെമ്പർ ഉണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് ഫാദർ, മദർ ആൻഡ് കിഡ്സ്, എല്ലാവരും ഏർണിംഗ് മെമ്പേഴ്സാണ്. അപ്പോൾ ഡിസ്പോസിബിൾ ഇൻകം ലെവൽ ഹസ് ഗോൺ അപ്പ്. സോ ഡിസ്പോസിബിൾ ഇൻകം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ നോർമലി ഫുഡ് കഴിക്കും, അതിലൊരു സിനിമയ്ക്കൊക്കെ പോകും. അങ്ങനെ ഉള്ളൊരു ബേസിക് പണ്ടിട്ടുള്ള ലെഗസി ഇൻ്റർവെൻഷൻസ് ഒക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഒരു മ്യൂസിക് ഷോ വരികയാണെങ്കിൽ ആൾക്കാർ അതിന് പോകും. ദേ വിൽ സ്റ്റാർട്ട് സ്പെൻഡിങ് മണി ഓൺ ദാറ്റ്. ദേ വിൽ സ്റ്റാർട്ട് സ്പെൻഡിങ് മണി ഓൺ വ്യൂയിങ് ക്രിക്കറ്റ് ഇൻ ദ സ്റ്റേഡിയം, ഫുട്ബോൾ ഇൻ ദ സ്റ്റേഡിയം, ബാസ്കറ്റ്ബോൾ ഇൻ ദ സ്റ്റേഡിയം. അപ്പോൾ ഇതെല്ലാം ഈ ചേഞ്ചിങ് ഫിനോമിനയുടെ ഭാഗമാണ്. വി ജസ്റ്റ് തോട്ട് ദറ്റ് വി ഷുഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ് ആൻഡ് ദെൻ പുട്ട് സം ഫോക്കസ് ഇൻ ടു ഇറ്റ്. അപ്പോൾ വി ഹവ് ടേക്കൺ ദ റൈറ്റ്സ് ഫോർ ഫുട്ബോൾ, വി ഹവ് ടേക്കൺ ദ റൈറ്റ്സ് ഫോർ ബാസ്കറ്റ്ബോൾ. ദീപക് താക്കറോ എന്ന് കേട്ടിട്ടുണ്ടോ? ദീപക് താക്കറോ ഗൂഗിൾ ചെയ്ത് നോക്കിയോളൂ, നല്ല രസമുള്ള കളിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ റൈറ്റ്സ് നമ്മൾ എടുത്ത് വി ആർ ട്രൈങ് ടു പ്രൊമോട്ട് ദാറ്റ്. SCPAK PAKRO. Probably the last question I'll move to the audience. Sir, നമ്മുടെ ബ്രാൻഡ് ടാഗ് ലൈൻസ് ഇപ്പോൾ ഇതിലിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും കമ്പനീസിൻ്റെ ക്ലോസ്ലി വർക്ക് ചെയ്ത് ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ സാറിൻ്റെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈസ്റ്റിയുടെ ഒരു ജസ്റ്റ് ബെറ്റർ എന്ന് പറഞ്ഞൊരു ടാഗ് ലൈനിലാണ് മെട്രോ പില്ലേഴ്സിലൊക്കെ വന്നിട്ടുണ്ടായത്.
ഇപ്പോൾ 21 വയസ്സിൽ എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ കുറേ ബ്രാൻഡിനെ ആൾക്കാർ കണക്ട് ചെയ്യുന്നത് അതിൻ്റെ ടാഗ് ലൈൻ വെച്ചിട്ടാണ്. പ്ലസ് ഒരു ബ്രാൻഡ് അംബാസിഡറിനെ കൊണ്ടുവരുന്നത്. ഇങ്ങനെയുള്ള കാര്യത്തിന് സാറിൻ്റെ അപ്രോച്ച് എങ്ങനെയാണ് ഒരു ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യുന്ന കാര്യത്തിൽ? ഞങ്ങൾ വളരെ മുൻപ് മുതലേ വി ഹാവൻ യൂസ്ഡ് എ ബ്രാൻഡ് അംബാസിഡർ. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. പക്ഷേ കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ദേ യൂസ്ഡ് മഞ്ജു വാര്യർ ആൻഡ് ഇറ്റ് വാസ് സക്സസ്ഫുൾ ഫോർ ദം. ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഞങ്ങൾ ഇത് ഉപയോഗിക്കാതെയൊക്കെ തന്നെ വി ആർ ഏബിൾ ടു സെൽ. I don't have an answer to whether it's right or wrong, but some people have got the charm to influence end consumer. അപ്പോൾ അത് യു നീഡ് ടു ബി വെരി കെയർഫുൾ ബിക്കോസ് ഒരാൾ തന്നെ 100 പേരെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം കിച്ചൺ ട്രഷേഴ്സിനും പറ്റി. യുനോ ആ ബ്രാൻഡിനെ എൻഡോസ് ചെയ്ത ആൾ തന്നെ പല ബ്രാൻഡുകളെ കുറിച്ചും പലത് പറയുമ്പോൾ ദാറ്റ്സ് എൻ ഇഷ്യൂ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ടാഗ് ലൈൻ വർക്ക്സ്. ഐ മീൻ നൈക്കിയുടെ ടാഗ് ലൈൻ എന്താ? ജസ്റ്റ് ഡു ഇറ്റ്. അപ്പോൾ ജസ്റ്റ് ഡു ഇറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി റെക്കഗ്നൈസ് ദാറ്റ് ഇറ്റ് ഈസ്. അപ്പം എനിക്ക് തോന്നുന്ന ഞങ്ങളുടെ ആൾക്കാരും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. താങ്ക് യു സർ. എനി ക്വസ്റ്റ്യൻസ്? Yes. Good. ഒരു സംശയവും ഇല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരാളുണ്ട്. അല്ലെ ഈ സാധാരണ രീതിയിൽ ഇത് പറ്റുന്നത് എന്താ വെച്ചാൽ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം പീപ്പിൾ മൈറ്റ് ബി വിഷിംഗ് ടു റഷ് ബാക്ക് ഹോം. There's somebody there ask for the mic. Yeah. Hi, sir. ആക്ച്വലി സാറ് ഡിഫറെൻറ്റ് ബിസിനസ് സെക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഒരു നല്ല ശതമാനമൊന്നുമല്ല, എല്ലാ ആൾക്കാരും ഡിജിറ്റൽ മീഡിയ ബേസിക്കലി ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ സാറ് ഹാൻഡിൽ ചെയ്യുന്ന ഓരോ സെക്ടേഴ്സിലും ഇപ്പം ഡിജിറ്റൽ സ്പേസിൽ എത്രത്തോളം സാർ മാർക്കറ്റിംഗ് സൈഡിൽ ഒരു ഫൈനാൻഷ്യലി Allocation. ചെയ്യുന്നുണ്ടോ? Allocation percentage has started going up drastically. സിംഗിൾ ഡിജിറ്റ് അലൊക്കേഷൻസ് ഒക്കെ മാറി ഡബിൾ ഡിജിറ്റ് കടന്നു. ഡബിൾ ഡിജിറ്റും മാറി ഇപ്പോൾ ക്ലോസ് ടു 1/3 എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അലൊക്കേഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് യുനോ ഡിജിറ്റൽ ഇൻഫ്ലുവൻസിങ്. ഇപ്പം ഐ വാസ് സോ സർപ്രൈസ്. ഞങ്ങൾ ഒരു ദിവസം നോക്കുമ്പോൾ കുറേ ചെറിയ പെൺകുട്ടികളിങ്ങനെ അവിടെ താഴെ ഓഫീസിലെ റിസപ്ഷനിലുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരൊക്കെ എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ദേ ആർ ഓൾ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് ഐ എം ടെല്ലിങ് യു ഇറ്റ് വർക്ക്സ്. അപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ ആൻഡ് ദേ ടോക്ക് അബൌട്ട് ദ പ്രോഡക്റ്റ്, ദേ ടോക്ക് അബൌട്ട് ഹൗ ദേ കുക്ക് ഇറ്റ് ആൻഡ് ദേ ടോക്ക് അബൌട്ട് ഓൾട്ടർനേറ്റ്സ്. അപ്പോൾ ഞാനൊരു ഇതിൽ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ മീറ്റ് മസാല ഉപയോഗിച്ചിട്ട് കടലക്കറി ഉണ്ടാക്കിയ ഒരു ഇത് കണ്ടു. അപ്പോൾ ചെന്ന മസാലേനേക്കാൾ കൂടുതൽ സെയിൽസ് ഇപ്പോൾ ഇതിലേക്ക് പോകുന്ന പോലെ തോന്നി. അപ്പോൾ ദിസ് ഈസ് ഓൾ. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ദർ ഇസ് എ പണ്ടായിരുന്നെങ്കിൽ യു സീ ആൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ 10 seconds. ആ 10 seconds ഒരു എന്ത് പറഞ്ഞാലും നമ്മുടെ തലയിൽ കയറില്ല. അത് കഴിഞ്ഞിട്ട് വേറൊരു ആഡ് വരണം. അപ്പോൾ ഓവർലാപ്പ് ചെയ്ത് പോകും. സോ ഇറ്റ് ഡസൻ റിമെയിൻ. വേറെ ഈ ഒരു ഡിജിറ്റൽ കണ്ടൻറ്റ് നിങ്ങൾ കാണുമ്പോൾ ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ നിങ്ങൾ കാണുകയാണ്. അങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ ചെയ്യും. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ഏറ്റവും സന്തോഷം ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾ എൻഗേജ് ചെയ്യിപ്പിക്കുകയും അങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് കുറേ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം വരും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് പണ്ട് ഒരു ലോയൽറ്റി എന്നുള്ള വാക്ക് എക്സിസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് ലോയൽറ്റി ഇല്ല. കാരണം ഇറ്റ് ഇസ് നിഷ് ഗോൺ ടു ദ അൾട്ടീരിയർ നിഷിലേക്ക് പോയി. കാരണം കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് വന്ന് ലെവൽ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
what you should advertise the finance team is, work on higher margins on that particular category. Because, you probably may not get the normal volume which the standard SKU gives you. അപ്പോൾ അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഹാവ് ബെറ്റർ മാർജിൻസ്. ബെറ്റർ മാർജിൻസ് ഉണ്ടെങ്കിലേ അഡ്വർടൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ബെറ്റർ മാർജിൻസ് ഉണ്ടെങ്കിലേ നമ്മൾ അതിന് വേണ്ടിയിട്ടിടുന്ന എഫേർട്ടിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 6 മാസം 1 വർഷം കഴിയുമ്പോഴത്തേക്കും പ്രോഡക്റ്റ് വലിക്കും. ഞാനൊക്കെ വളരെ നല്ല പ്രോഡക്റ്റ് കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് അവസാനം ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് വലിഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഫ്രണ്ട്സ് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് എവിടെ കിട്ടുക എന്നുള്ളത്. പക്ഷേ അതേസമയം ഞാനതിനെ കുറച്ചും കൂടി നന്നായി പ്രൈസ് ചെയ്ത് കൂടുതൽ പ്രൊമോഷനും കാര്യങ്ങളും എൻഗേജ്മെൻ്റൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു 100 crore SKU ആയി മാറുമായിരുന്നു. ഒരു ആഡ് ഓൺ ആയിട്ട് ഒരു കാര്യം കൂടെ ജസ്റ്റ് ചോദിക്കുകയാണ്. അഡ്വർടൈസിങ്ങിലും ഭയങ്കരമായ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈവൻ ടെലിവിഷൻ ആഡ്സ് ആണെങ്കിലും ഈസ്റ്റേൺ പോലുള്ളൊരു ബ്രാൻഡ് വളരെ ലീഡിങ് ആയിട്ട് ടെലിവിഷൻ സൈഡിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിരുന്ന ഒരു ബ്രാൻഡാണ്. ഇപ്പം ആ ഒരു ഡിജിറ്റൽ വേവ് ഇപ്പം വന്നതിന് ശേഷം എത്രത്തോളം ഈ പറഞ്ഞ പോലെ ടെലിവിഷൻ ആഡ്സിലേക്കുള്ള ഇൻവോൾവ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് മീൻസ് അത് ബേസിക്കലി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഈ ഡിജിറ്റൽ വിസാവി ട്രഡീഷണൽ അഡ്വർടൈസിങ് അത് മാത്രമല്ല. എന്ത് പറ്റിയോ വെച്ചാൽ ഇപ്പോൾ സ്റ്റോറുകളിൽ ഷെൽഫ് സ്പേസ് ബൈയിങ് കമ്പൽസറി ആയി മാറി. അപ്പോൾ നമ്മളെപ്പോലുള്ള ഒരു ബ്രാൻഡ് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിൽ 1 meter × 3 slots എന്ന് പറയുന്നത് വി പ്രോബ്ലി മൈറ്റ് പേ 20,000 rupees. അപ്പോൾ 20,000 രൂപ അതിന് കൊടുത്തു കഴിഞ്ഞാൽ ദെൻ യു ഗെറ്റ് പൊസിഷൻ ദർ. അപ്പോൾ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതിയിൽ ഒരു റാക്കിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവിടെ കൂടുതൽ കാണുന്ന പ്രോഡക്റ്റും കൂടുതൽ കളർ കാണുന്നതും കൂടുതൽ അട്രാക്ഷനുള്ള സ്ഥലത്ത് പോയിട്ടാണ് എടുക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ ഈ ഷോപ്പിൽ നിന്ന് നോക്കും. അപ്പോൾ നന്നായിട്ട് ഷെൽഫ് സ്പേസ് ബൈയിങ് ഒക്കെ നടത്തി വച്ചിരിക്കുന്ന ആൾ ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് ഈ സാധനം ഉണ്ടെങ്കിൽ അയാൾ അത് എടുക്കും. ആ എടുക്കുന്ന ആൾക്കാരിൽ തന്നെ ഒരു 40% ആ സാധനമായിട്ട് പോകും. ബാക്കി 60% എന്ന് പറയുന്നത് നമ്മളുടെ ബ്രാൻഡിൻ്റെ അവിടെ എത്തുമ്പോൾ അതവിടെ താഴെ വെച്ചിട്ട് നമ്മളുടെ സാധനമായിട്ട് പോകും. പക്ഷേ ആ 40% കൺവേർഷനാണ്. അപ്പോൾ പൈസ പോകുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇൻ ടു ഡിജിറ്റൽ, ഇറ്റ് ഈസ് ഓൾസോ ഇൻ ടു ഷെൽഫ് സ്പേസ് ബൈയിങ്. ആൻഡ് ഷെൽഫ് സ്പേസ് ബൈയിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇറ്റ്സ് സ്റ്റാൻഡ് അലോൺ ഹോർഡിങ്. ഒരു OH പോലെ നമ്മളതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളുടെ ഈ പോയിന്റ് ഓഫ് സെയിൽസിലാണല്ലോ പരസ്യം ചെയ്യേണ്ട ആവശ്യം. ഇപ്പോൾ റോട്ടിലൊരു ഹോർഡിങ് കണ്ടു കഴിഞ്ഞിട്ട് ഈസ് നോട്ട് ഗോയിങ് ടു ടേക്ക് എനി കോൾ, അല്ലെങ്കിൽ മൊബൈലിലൊരു പരസ്യം കണ്ടിട്ട് ഈസ് നോട്ട് ഗോയിങ് ടു ടേക്ക് എനി കോൾ. ഈസ് ഗോയിങ് ടു ടേക്ക് എ കോൾ വെൻ ഈസ് ഗോയിങ് ടു ഷോപ്പ്. ഞാനൊരു സോപ്പ് വാങ്ങിക്കാൻ പോകുന്ന സ്ഥലത്ത് കാണുന്ന എല്ലാ വലിയ അഡ്വർടൈസിങ് ഇനിഷ്യേറ്റീവ്സും എന്നെ അട്രാക്ട് ചെയ്യും. ആൻഡ് ഐ വിൽ ഫോൾ ഫോർ ഇറ്റ്. അപ്പോൾ കമ്പനീസ് ഹാവ് സ്റ്റാർട്ടഡ് സ്പെൻഡിങ് ഹ്യൂജ് മണി ഓൺ ഷെൽഫ് സ്പേസ് ബൈയിങ്. അത് റിയൽ എസ്റ്റേറ്റായി മാറി. കാരണം ഷോപ്പ് നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ മീറ്ററിനും വാടക വന്നു. അപ്പോൾ ഓവറോൾ മീറ്റർ എടുത്തു കഴിഞ്ഞിട്ട് അവൻ്റെ വാടക നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഈ ഷോപ്പ് ഓണർക്ക് കൊടുക്കുന്ന ഈ ഫെസിലിറ്റി ഓണർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വാടക ഷെൽഫ് റെൻറ്റിൽ ഇവർക്ക് കിട്ടും. ദാറ്റ്സ് എ ചേഞ്ച് ദാറ്റ്സ് ഹാപ്പനിങ്. ഹായ്, ഐ എം ഷബീബ്, ദ മാർക്കറ്റ് ഫ്രം മഞ്ചേരി. സാർ ഓൾറെഡി പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു പുതിയൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോവാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടേൺ ഓവർ നമ്മളിപ്പോൾ 1 year കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ടേൺ ഓവർ ബേസ്ഡ് എത്ര പെർസെൻറ്റേജ് നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ഒരു കോമ്പറ്റീവ് പ്രോഡക്റ്റ് മാർക്കറ്റിലില്ല, കുറച്ച് യുണീക്ക് ആണെന്നുണ്ടെങ്കിൽ എത്ര പെർസെൻറ്റേജ് വരെ അതിൽ മാർജിൻ നമ്മൾ ഫിക്സ് ചെയ്യും? ഇറ്റ് ഓൾ ഡിപ്പെൻസ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വി യൂസ് ടു സെൽ സ്പൈസസ് പൗഡർ ബ്ലെൻഡ്സ്. അപ്പോൾ ചിക്കൻ മസാല, മീറ്റ് മസാല, സാമ്പാർ എന്നൊക്കെ പറഞ്ഞ് വിറ്റിരുന്നു. നമ്മൾ
AC നിൽസന്റെ റിപ്പോർട്ട് നോക്കി കഴിയുമ്പോൾ അതിനകത്ത് 150 കോടി രൂപയുടെ സെയിൽസ് നടക്കുന്ന ഒരു ഐറ്റം കണ്ടു. അത് കായമാണ്, അസഫോയിറ്റഡാണ്, കായം എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് ഞങ്ങളാണെങ്കിൽ 57,000 ഷോപ്പിൽ നമ്മൾ പോകുന്നുണ്ട്. ഇത്രയും ഷോപ്പിൽ നമുക്ക് പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഒരു സെയിൽസ്മാൻ ഒരു പാക്കറ്റ് വെച്ചിട്ട് ഒരു ബോട്ടിൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്പർ കൂടും. ദാറ്റ് അലൗസ് us ടു ഡു സം കാൽക്കുലേഷൻ. നേരത്തെ ഉപയോഗിച്ചതിൽ ഒരു വേറെ പ്രശ്നമുണ്ട്, ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു. ആ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നോവേറ്റീവ് ടു വാട്ട് എക്സ്റ്റെൻറ്റ്, ടു ഹൂം. ഞാൻ കാണുന്ന പല ഇന്നോവേഷനും ആ ഇന്നോവേറ്റർ കൊണ്ടുവരുന്ന ഇന്നോവേറ്ററുടെ മനസ്സിലുള്ളൂ. എൻ കൺസ്യൂമറുടെ അടുത്ത് പോയി കഴിയുമ്പോൾ അവിടെ ഒരു ഇന്നോവേഷനാണ്, ഇത് അവിടെ ഉണ്ടല്ലോ, ഇത് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ കണ്ണടച്ച് ഒരു ബ്ലൈൻഡ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് പറ്റില്ല. ദർ ഷുഡ് ബി സം sort of a calculation that should happen before taking any big call. എൻ്റെ question is not regarding marketing, but as running a business. You're somebody, നിങ്ങളിപ്പം ഇപ്പോൾ കുറേ വർഷമായിട്ട് you are actually running this business. ഇപ്പം you know about Gen Zs, millennials, like I'm somebody, I'm 36, I'm a millennial. നിങ്ങൾ ഈ എക്സ്പീരിയൻസിൽ what is your experience when you started working with, let's say, I don't want to ask your age, but I'm going to assume you're either baby boomer or Gen Y. ഇപ്പം നമ്മളൊക്കെ മില്ലേനിയൽസിന് മുമ്പ് വരുന്ന ആൾക്കാരാണ്. ഇപ്പം നിങ്ങൾ ജനറേഷനായിട്ട് വർക്ക് ചെയ്തപ്പോഴും ഇപ്പോൾ ജെൻ സീസിനെപ്പുറം വർക്ക് ചെയ്യുമ്പോൾ ജെൻ സെഡിനെപ്പുറം ജെൻ സി ഇപ്പം ഇവിടെയുള്ള CDAയിലുള്ള സ്റ്റുഡൻസ് ഇപ്പോൾ ഈ 2025 ജനിക്കുന്നവർക്ക് എന്തൊരു പേര്? ആൽഫ. ജെൻ ആൽഫ ഇസ് ദ ലാസ്റ്റ് 7 ഇപ്പം നമ്മളൊക്കെ ബീറ്റയാണോ വരാൻ പോകുന്നത്? ബീറ്റാണ് വരാൻ പോകുന്നത് 2025 മുതൽ. യെസ്. ദൈവമേ. So what is your experience managing or working with these people? What is the biggest difference you see between your generation, millennials, and Gen Zs as a person leading a business? I mean, I don't want, if I'm either a alpha or ഇതിൻ്റെ തൊട്ട് മുമ്പുള്ളത് മില്ലിനിയൽ കറക്റ്റാണ്. അപ്പം എൻ്റെ മകന് ഹി വാസ് 2000, ഹി ഈസ് നൗ 25 years old. ജെൻസി ആണ്. അപ്പം ജെൻസി കാറ്റഗറിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്നതെന്ന് മാത്രമല്ല, ദർ ഇൻഫ്ലുവൻസിങ് അസ് ഓൾസോ. അപ്പം എനിക്കറിയില്ല, ഒരു ലിനൻ ഷർട്ട് ഞാനായിട്ട് പോയി വാങ്ങിച്ചതല്ല. അപ്പോൾ ഒരു ഷോപ്പിൽ കയറുമ്പോൾ അവൻ പറയും, പപ്പ ഇന്നത്തെ കാലത്ത് കുറച്ച് ഇതിൽ നടക്കും, ഒരു ലിനൻ ഷർട്ടൊക്കെ ഇടുക എന്ന് പറയുമ്പോൾ ഒരു ലിനൻ ഷർട്ട് വാങ്ങിച്ചു. സോ വി ആർ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദം ബിക്കോസ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഗാഡ്ഗറ്റ്സ് മാനേജ് ചെയ്യാൻ ഞങ്ങൾക്കറിയില്ല, ഇവർക്കതറിയാം. അപ്പോൾ അവർ പെർസെപ്ഷനലി അവർക്ക് നമ്മളെക്കാളും വിവരം കൂടുതലാണെന്ന് അവരങ്ങ് വിചാരിച്ചിരിക്കുകയാണ്. അത് കറക്റ്റ് ആണെന്ന് വെച്ചുള്ളൂ കുറച്ച്, ആസ് ഫാർ ആസ് ദിസ് ഈസ് കൺസേൺ. അപ്പോൾ എന്ത് പറ്റുമോ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പറയാനായിട്ടുള്ള മനസ്സ് വരികയാണ്. ഈ പറയുന്ന കാര്യത്തിൽ ആസ് എ പാരൻറ്റ് എന്താ സംഭവിക്കും, ഏതോ ഇല്ലാത്ത കാര്യം ചെയ്തു കൊടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊരു ഷർട്ട്, പപ്പ എന്താ ലിനൻ ഇടാത്ത, എന്നാൽ ഒരു ലിനൻ ഇടുന്ന് പറയുമ്പോൾ എന്നാൽ ശരി ഒരു ലിനൻ വാങ്ങിച്ചേക്കെന്ന് പറയും. അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടില്ല. വലിയ കാര്യങ്ങളിൽ ചിലപ്പോൾ വി മൈറ്റ് സേ നോ ടു ഇറ്റ്, ബട്ട് ജനറലി ദേ ആർ ഭയങ്കര ആർഡൻഡ് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. What advice do you have for them? No, they are right. They are right in their way because, നമ്മളൊക്കെ ലെഗസീനെ റെസ്പെക്റ്റ് ചെയ്ത് പോന്നു. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ I am 54. അപ്പോൾ ഞാനൊക്കെ ലെഗസീനെ റെസ്പെക്റ്റ് ചെയ്ത് പോന്നു. ലെഗസീനെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ലൈഫിലുള്ളൊരു അഡ്വെഞ്ചർ. അപ്പോൾ ലൈഫിൽ എന്തെങ്കിലും അഡ്വെഞ്ചർ വേണം. അപ്പോൾ സ്പീഡിൽ ഓടിക്കുക എന്നുള്ളത് എൻ്റെ ഏജിൽ ചിലപ്പോൾ ശരിയാവില്ല. പക്ഷെ സ്പീഡിൽ ഓടിക്കുക എന്ന് പറയുന്നത് ഒരു ജെൻസിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അഡ്രലൈൻ റഷ് കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വർക്ക്സ്. സോ ഇറ്റ്സ് എ മാറ്റർ ഓഫ് വി ബീങ് വെരി ഓപ്പൺ ആൻഡ് ഇൻ തിങ്കിങ് വി ഹാവ് ടു ബി എ ബിറ്റ് മോർ ബ്രോഡർ എന്നുള്ളൊരു ഇതിലാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ്
ഈ വരുന്ന പുതിയ പ്രോഡക്റ്റുകൾക്കൊക്കെ ഉണ്ട്. ഐ വാസ് സോ സർപ്രൈസ് ടു സീ എ 200 rupees സോപ്പ് ഇൻ മൈ ഹോം. ഞാനാണെങ്കിൽ 35 രൂപയുടെ സിന്തോള് വാങ്ങിക്കുമ്പോൾ ഒരു 200 രൂപയുടെ ഒരു സോപ്പ് വീട്ടിൽ ഒരു, അപ്പം ഞാൻ ചോദിക്കും ഇതിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പപ്പക്ക് അറിയില്ലെന്ന് പറയും. പിന്നെ വൺ ലൈനർ, ഇനി ബീറ്റ വരട്ടെ ഗാമ വരട്ടെ, നമ്മൾ സന്തോഷമായിട്ട് എല്ലാവരും വെൽക്കം ചെയ്യാം, വേറെ വഴിയില്ല. Thank you, sir. താങ്ക് യു. I think we'll consider that as the last question. Thank you so Yeah, much. thank you. Thank you so much. Now, sir, a huge round of applause. Huge round.